ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. കാന്താര ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷഭ് ഷെട്ടി കഥ എഴുതി സംവിധാനം ചെയ്ത് ലീഡ് റോളിൽ എത്തിയിരിക്കുന്ന നമ്മളൊക്കെ മച്ച് അവൈറ്റഡ് ആയിട്ടിരുന്ന സിനിമയാണ് കാന്താര. സിനിമ റിലീസായിട്ട് ഒരാഴ്ച ആയെങ്കിലും UAE മലയാളം റിലീസായത് ഇപ്പോഴാണ്. അതുകൊണ്ട് മലയാളം കാണാന്ന് വെച്ചിരിക്കുകയായിരുന്നു. തമിഴ് കാണുമ്പോൾ പഴയ തമിഴൊക്കെ ആയിട്ട് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ അപ്പൊ ഫിലിമിന്റെ മൊത്തം എസൻസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മലയാളം കാണാൻ തന്നെ വിചാരിച്ചത്. സിനിമ ആസ് എക്സ്പെക്ടഡ് ഒരു അമേസിംഗ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഇട്ട എഫേർട്ട് 100% അല്ലെങ്കിൽ അതിന് മേളിൽ തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഫോട്ടോഗ്രാഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാം ഓരോ സൈഡും അതിന്റെ അത്ര പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഋഷഭ് ഷെട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആൾ ഇത്ര നാൾ ഇട്ട ആ ഒരു എഫേർട്ടിന്റെ ഔട്ട്കമിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് അദ്ദേഹം തന്നിട്ടുമുണ്ട് സിനിമയിൽ. ചില ഇന്റർവ്യൂസിലെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അതിന്റെ ഔട്ട്കം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കഥാ സംവിധാനം ആക്ടിങ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. സോ മൊത്തത്തിലുള്ള ആ ഒരു എഫേർട്ട് പുള്ളിയുടെ ബോഡി ആണെന്നുണ്ടെങ്കിലും എല്ലാം അത്ര എഫേർട്ട് ഇട്ട് പുള്ളി അത് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനൊരു പിടി മുകളിൽ തന്നെ ഈ സിനിമ നമുക്ക് തരുന്നുമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നിക്കൽ സൈഡ് എല്ലാം ഭയങ്കര നല്ലതായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ ആർട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ, ഇപ്പം കാടിന്റെ ലൊക്കേഷൻ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ പഴയ സദസ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉള്ള സിനിമയാണിത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാടിന്റെ ഒക്കെ ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗിയൊക്കെ നല്ലോണം നമുക്ക് കാണിച്ചു തരുന്ന പോലെ തന്നെ അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അജനീഷ് ലോക്നാഥ് ആണ്. കാന്താരയുടെ ഫസ്റ്റ് ചെയ്ത ആള് തന്നെയാണ്. അതുപോലെ ഓഡിയോഗ്രഫി ചെയ്തിരിക്കുന്നത് MR രാധാകൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ MG രാധാകൃഷ്ണന്റെ മകനാണ്. ആ ഒരു റോറിങ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ ഓഡിയോഗ്രഫി ഒക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അതാണ് ശരിക്കും ആ സിനിമയുടെ ഒരു എസെൻസ് പറയുന്നതും ആ ഒരു ഓഡിയോയും കൂടെ വരുമ്പോഴാണല്ലോ. സോ മൊത്തത്തില് സൗണ്ട് മിക്സിംഗ് ആയാലും കാര്യങ്ങളും എഡിറ്റിങ്ങും VFXന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുലി വരുന്ന സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ശരിക്കും നമുക്കങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ, പ്രഭാസിനെ സിനിമയുടെ പേര് മറന്നുപോയി, അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര പെർഫെക്റ്റ് ആയിട്ട് അത്ര ഒറിജിനാലിറ്റിയിലാണ് അവർ ആ ഒരു എന്താ പറയാ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു സീനില് ആ സ്ക്രീൻ കംപ്ലീറ്റ് ആ ഒരു പുലിയുടെ ഫേസ് മാത്രമാണുള്ളത്. പക്ഷെ എപ്പോഴും കാണാൻ അത്ര ഒരു ഗ്രേസ് ഉള്ള രീതിയിൽ തന്നെയാണ് അവർ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതില് 2-3 ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൽ ഒരു കാടിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് എടുത്തിരിക്കുന്ന രീതി, ഫൈറ്റ് മാത്രമല്ല എടുത്തിരിക്കുന്ന രീതിയൊക്കെ ആയാലും ഭയങ്കര ഈ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അതിന്റെ പെർഫെക്റ്റ് ഇക്വേഷനിൽ നമുക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ ബാക്കിൽ തീയ്, പിന്നെ കുറച്ച് ഇരുട്ടത്തുള്ള ഒരു ഇത്, അപ്പൊ അതില് ഒരു ഷെയ്ഡ് പോലെ പോകുന്ന കുറെ കാര്യങ്ങൾ സംഭവങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എന്തായാലും സിനിമയിലുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കുറച്ച് കാടും അതിന്റെ സൗന്ദര്യവും അങ്ങനെയൊക്കെ ഒരു സ്ലോ ആയിട്ട് അങ്ങനെ പോകുന്ന രീതിയിലാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കാണ് പേസ് മാറുന്നത്. മൊത്തത്തില് ആ ഒരു കാന്താരയുടെ എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നത് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കാണ്. ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കണ്ടതുപോലെ തന്നെ ഋഷഭ് ഷെട്ടി ഇതിലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ കോലം കെട്ടിക്കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റിൽ തന്നെ കണ്ടതാണ്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് എന്ന് തന്നെ തോന്നുന്ന രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഥ എഴുതി സംവിധാനം ചെയ്ത് ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു ഫുൾ സ്ക്രിപ്റ്റിലുള്ള സീൻസിലുള്ള ആള്. അപ്പം അത്ര എഫേർട്ട് പുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പൊ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ടച്ച് എന്തായാലും വേണമല്ലോ. സോ അത്ര എഫേർട്ട് എടുത്ത് തന്നെയാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ടും എന്തായാലും വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് അഭിനേതാക്കളുടെ പെർഫോമൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജയറാമേട്ടന്റെ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്യഭാഷയിൽ അടുത്തിടെ ഒന്നും അദ്ദേഹത്തിന് ഇത്ര നല്ലൊരു റോള് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കുറെയൊക്കെ നമുക്ക് അങ്ങനെ ജയറാം ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന റോളുകളൊക്കെ ആയിരുന്നു ഈ അടുത്തിടെയൊക്കെ പുള്ളിക്ക് കിട്ടിയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല റോള് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. മലയാളത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഡബ്ബിംഗ് ആയതുകൊണ്ട് തന്നെ
നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു പുള്ളി ചെയ്ത ആ ഒരു രാജാവിന്റെ ക്യാരക്ടർ. നല്ലോണം തന്നെ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ട് വരുന്ന രുക്മിണി, ആളുടെ ക്യാരക്ടർ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ കുലശേഖരൻ എന്നുള്ള രാജാവിന്റെ റോൾ ചെയ്ത ഗുൽഷൻ ദേവയ്യ, ഹിന്ദി എന്നുള്ള ആക്ടറാണ്. ഒരു കോമഡി ടച്ച് ഉള്ള ഒരു വില്ലൻ റോളാണ്. പക്ഷെങ്കിൽ നല്ല രസമായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. പക്ക വില്ലൻ ആണ്, പക്ഷെങ്കിൽ ഒരു ലൈറ്റ് കോമഡി ഷെയ്ഡിൽ കൂടിയാണ് അത് പോകുന്നത്. നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനത്തെ ഒരു സിനിമ ആവുമ്പം, യുദ്ധവും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു നാട് മുഴുവൻ കാണിക്കുന്നതുകൊണ്ട് അത്ര ആളുകൾ ഉള്ളൊരു സിനിമയാണ്. എല്ലാവരും നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വന്നിട്ടുമുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സൈഡ് തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം രാജകുമാരിയുടെ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെയൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടുള്ള കോസ്റ്റ്യൂംസ് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. ഇപ്പം കാട്ടുവാസി എന്ന് പറയുന്ന ഒരു ജാനർ അതിൽ കാണിക്കുന്നുണ്ട്, അവരുടേതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഓരോരുത്തർക്ക് എന്താണോ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള വേഷം അതെങ്ങനെയാണോ വരേണ്ടത്, നല്ല രസമായിട്ട് തന്നെ. നമ്മളൊന്നും ഇവര് നേരിട്ട് കണ്ടിട്ടുള്ളവരൊന്നും അല്ലല്ലോ. അപ്പം നമ്മളൊക്കെ എന്താണ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ആ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന പോലെ തന്നെ നല്ല രസമായിട്ട് തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് വന്നിട്ടുള്ളത്. അവരുടെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. സോ ഇതൊക്കെയാണ്, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് ഒരു വൺ ലൈനിൽ കാന്താരനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഒരുപക്ഷെ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഈ സിനിമയ്ക്ക് ഇതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് തിയേറ്റർ വാച്ച് മിസ്സാക്കാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു അവരുടെ ആ ഒരു ടെക്നിക്കൽ സൈഡിന്റെ അവരുടെ ഒരു എഫർട്ടിന്റെ ഔട്ട്കം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്. താങ്ക് യു. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ.